ഹലോ, നമുക്കിന്നൊരു അടിപൊളി ചിക്കൻ കറി വെക്കാവേ. ആദ്യം നമുക്ക് സ്റ്റൗവിലേക്ക് ചട്ടി വെക്കാം. ചട്ടി നല്ലപോലെ ചൂടാകുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്തിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം. കറിക്ക് വേണ്ട സാധനങ്ങളെല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നേ. ആദ്യമായിട്ട് എണ്ണയിലേക്ക് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. 10 അല്ലി വെളുത്തുള്ളിയും 1 കഷ്ണം ഇഞ്ചിയും ചതച്ചത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. 3 പച്ചമുളക് ചെറുതായി അരിഞ്ഞതിട്ട് കൊടുക്കാം. നല്ലപോലെ എണ്ണയിലിട്ടൊന്ന് വഴറ്റി കൊടുക്കാവേ. തൊലി കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചുമന്നുള്ളി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഇളക്കിക്കൊണ്ടിരിക്കാം. ഇതൊന്ന് വാടി വരുമ്പോഴത്തേക്കും നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സബോള എല്ലാം ഒന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവേ. സബോള നന്നായി വാടാനായിട്ട് നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. 2 മിനിറ്റ് നേരം അങ്ങനെ വയ്ക്കുക. ഒരു ഗോൾഡൻ കളറിലേക്ക് സബോള ആയതിനു ശേഷം നമ്മളിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന 2 തക്കാളിയാണ് ചേർത്തിരിക്കുന്നത്. അത് നമുക്കിതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ ഇളക്കി കൊടുക്കാം. തക്കാളി ചെറുതായിട്ടൊന്ന് വാടുന്നവരെ നമുക്കൊന്ന് അടച്ചു വെക്കാവേ. ഒരു 10 സെക്കൻഡ് ശേഷം ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണേ. പിന്നീട് നമുക്ക് മസാല ഇതിലേക്ക് ചേർക്കാം. മസാലയിലേക്ക് ചേർത്തിരിക്കുന്നത് 2 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മസാലപ്പൊടി, ആവശ്യത്തിന് കല്ലുപ്പ് എന്നിവയാണ്. ഇത് നമുക്ക് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. മസാലയുടെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് നല്ലപോലെ ഇളക്കി കൊടുക്കാമേ. ചേർത്ത് വെച്ചിരിക്കുന്ന മസാലയെല്ലാം നല്ലപോലെ മൂത്ത് വന്നതിന് ശേഷം അതിൻ്റെ പച്ചമണം മാറുമ്പോഴത്തേക്കും കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്ക് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. മസാലയുമായിട്ട് നമുക്ക് ഈ ചിക്കനെ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി ഇളക്കിയതിന് ശേഷം ഒരു നല്ല മണമൊക്കെ കിട്ടാൻ വേണ്ടി നമുക്കൊരു തണ്ട് കറിവേപ്പില ഇതിലേക്ക് കിള്ളിയിടാമേ. എന്നിട്ട് നമുക്കൊരു 10 മിനിറ്റ് അടച്ചു വെക്കാം. 10 മിനിറ്റ് കാത്തിരുന്നതിന് ശേഷം നമ്മൾ ചട്ടി തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ ചിക്കനിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി കറിയെല്ലാം നല്ല വൃത്തിയായിട്ട് കുറുകി നല്ല ടേസ്റ്റി ആയിട്ട് വന്നിട്ടുണ്ട്. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു കറിവേപ്പില തണ്ട് നമുക്കിങ്ങനെ വെച്ച് കൊടുക്കാം. എല്ലാവരും ഈ രുചികരമായ ചിക്കൻ കറി വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ.